നമസ്കാരം. ഇത് രാജീവാണ്, അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന്. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണുള്ളത്. CS എക്സിക്യൂട്ടീവിന് ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും, CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും പ്രൊഫഷണലിനും ഓൺലൈൻ ക്ലാസ്സുകളുമുണ്ട്. കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന സ്ഥലം, വേറൊന്നും പഠിപ്പിക്കുന്നില്ല, കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞു. 2024 ഡിസംബർ എക്സാമിനേഷൻ എക്സിക്യൂട്ടീവ് പ്രൊഫഷണൽ ഓൾഡ് സിലബസ് ന്യൂ സിലബസ് എക്സാം കഴിഞ്ഞു. ഈ എക്സാമിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ, കാരണം ഇത് അനലൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ക്വസ്റ്റ്യൻ ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാലാണ് അടുത്ത പരീക്ഷയിൽ നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഉദാഹരണം, ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതികൾ. ഇൻ മോസ്റ്റ് കേസസ് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതികൾ മുഴുവനും മാറി. അതായത് പണ്ടൊക്കെ നമുക്ക് 4, 5, 6, 7, 8 പ്രോബ്ലംസും കുറച്ചധികം തിയറി ക്വസ്റ്റ്യൻസ്, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് 2, 3 ലൈന് സെൻറ്റൻസിൽ അവസാനിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ എന്നോടൊരു കുട്ടി ചോദിച്ച പോലെ, സർ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലല്ലോ, ക്വസ്റ്റ്യൻ പുസ്തകമല്ലേ എന്ന ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. 16 പേജ്, 14 പേജ്, 12 പേജൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ ചില ക്വസ്റ്റ്യൻസ് 3 പേജ്, 3 സൈഡ് ഓഫ് ദ 3 സൈഡ് ഓഫ് ദ പേപ്പർ ഒക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചോദിച്ച് ഉത്തരം നിങ്ങൾക്കറിയുമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് ആ പ്രോബ്ലത്തെ മനസ്സിലാക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കലാണ് ഈ നമ്മുടെ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ICSIയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് പാറ്റേണിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, അതായത് ഒരു ഗ്രാജുവൽ ചേഞ്ച് ആണ്. പല പ്രാവശ്യമായിട്ടുണ്ടായി, പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര വിസിബിൾ ആയിരുന്നു അത്. ഇൻ മോസ്റ്റ് കേസസ് അവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഒരു സ്റ്റോറി പറയുകയും അതിൽ ചില സ്റ്റേറ്റ്മെന്റുകൾ ഇടുകയും ആ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും, അത് മൾട്ടി ടോപ്പിക് കമ്പൈൻഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഒന്നിലധികം ടോപ്പിക്കുകൾ കമ്പൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ഒരു രീതി ഞാൻ പലപ്പോഴും കണ്ടു. അതിപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ജൂറിസ്പ്രുഡൻസ് ആണെങ്കിലും, സെറ്റിംഗ് അപ്പ് ആണെങ്കിലും, കമ്പനിയിലും ആണെങ്കിലും, CIFM ആണെങ്കിലും, ECIPL ആണെങ്കിലും, SLCM ആണെങ്കിലും, ടാക്സിലോ ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിസിബിൾ ആണിത്. അതുകൊണ്ട് തന്നെ പുസ്തകം പഠിച്ചതുകൊണ്ട്, പുസ്തകം ബൈഹാർട്ട് ചെയ്തതുകൊണ്ട്, പുസ്തകത്തിലെ ടോപ്പിക്കുകൾ മനസ്സിലായതുകൊണ്ട് മാത്രം പരീക്ഷയിൽ പാസ്സാകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പാസ്സാകാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ ആ അറിയുന്ന നോളജുകൾ യൂട്ടിലൈസ് ചെയ്യാനുള്ള കഴിവുകൾ കൂടി ഉണ്ടായിരിക്കണം. ആസ് എ കമ്പനി സെക്രട്ടറി, ഹൗ യു ആർ ലുക്കിംഗ് ഓൺ ടു ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കാത്തടത്തോളം കാലം ഈ നോളജുകളൊക്കെ ഒരു റോ നോളജായിട്ട് ഇരിക്കുകയും അതുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വിസിബിൾ ആയിരുന്നു. പല ക്വസ്റ്റ്യൻസ് ഭയങ്കര വലിയ ക്വസ്റ്റ്യൻസും, എന്നാൽ ഉത്തരങ്ങൾ വളരെ സിമ്പിൾ ഉത്തരങ്ങളാണ്. പക്ഷേ നമ്മളുടെ ഹാബിറ്റുകൾ, നമ്മൾ തുടർന്ന് വന്നിരിക്കുന്ന ഹാബിറ്റുകൾ പ്രകാരം ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ള ക്ഷമയില്ലായ്മ. നമ്മൾ പറയാറുണ്ട്, എവറിബഡി ഈസ് ലുക്കിംഗ് ഫോർ ഷോർട്ട് കട്ട് എന്നുള്ളത്. നമ്മളൊരു വലിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പകുതി നമ്മളങ്ങ് ഡൗൺ ആവും. പിന്നെ അത് വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു പാരഗ്രാഫ് 2 പാരഗ്രാഫ് മാത്രം വായിച്ച ഒരാൾ ഒരു 2-3 പേജുകൾ വായിച്ച് അതിൻ്റെ ഫാക്റ്റുകൾ മെമ്മറൈസ് ചെയ്ത് അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരം എഴുതണമെന്നുണ്ടെങ്കിൽ യു നീഡ് പ്രാക്ടീസ്. You definitely need practice. പേപ്പറുകൾ വായിക്കാത്ത, അപ്ഡേറ്റുകൾ മനസ്സിലാക്കാത്ത, പുതിയ കേസ് ലോസ് അറിയാത്ത, അമെൻമെൻറ്റുകൾ നോക്കാത്ത,
പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് എവറി ബിറ്റ് ഓഫ് നോളജ് അറിയാത്ത ആൾക്കാർക്ക് ഐ എം സോറി ടു സേ ദാറ്റ് ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യും. കാരണം മുൻകാലങ്ങളിലെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണം ജൂറിസ്പ്രുഡൻസിലാണെങ്കിൽ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ലോ, ഡിഫൈൻ കസ്റ്റംസ് ആൻഡ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ്, ഇങ്ങനത്തെ ചോദ്യങ്ങളുള്ളപ്പോൾ ഇന്ന് അത് ചോദിക്കുന്നത് ഒരു ഷീറ്റ്, ഒരു പേജിലാണ്. ഒരു പേജിൽ ഒരു ഫാക്ട് തന്നിട്ട് അതനുസരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അത് ഇൻഡയറക്ട്ലി അതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ട അവസ്ഥ. സോ മൈ സ്റ്റുഡൻസ്, എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വൈസ് നെക്സ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഞാനൊരു സെൽഫ് സ്റ്റഡി ചെയ്ത് പാസ്സായ ഒരാളാണ്. അതുകൊണ്ട് സെൽഫ് സ്റ്റഡി ചെയ്താൽ പാസ്സാകില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പോവുകയാണോ എന്ന് ചിന്തിക്കേണ്ട. ഞാൻ എക്സിക്യൂട്ടീവിന് മാത്രമാണ് ക്ലാസ് റൂം സ്റ്റഡി ചെയ്തത്. പ്രൊഫഷണൽ സെൽഫ് സ്റ്റഡി ചെയ്ത് പാസ്സായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സെൽഫ് സ്റ്റഡി മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ +2 കഴിഞ്ഞ് CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതി വരുന്ന കുട്ടികൾ, ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികൾ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. 1994 അല്ല 2024 അല്ലെങ്കിൽ 2025. ദ കോമ്പറ്റീഷൻ ഈസ് വെരി ഹൈ. സമയത്തിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഓപ്പർച്യൂണിറ്റികൾ ഏറ്റവും യങ്ങസ്റ്റ് ഏജിൽ തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് വലിയൊരു പ്രൊഫൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. സോ ഒരിക്കലും നിങ്ങൾ ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ മുകളിൽ ഐ മേക്കിംഗ് മൈ സ്റ്റേറ്റ്മെന്റ് ഓവർ കോൺഫിഡൻസിൻ്റെ മുകളിൽ ക്ലാസ് റൂം സ്റ്റഡി വേണ്ടെന്ന് വെക്കരുത്. ഇത്രയും വലിയ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടുന്ന ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ, മോണിറ്ററി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. അതല്ലാതെ സെൽഫ് സ്റ്റഡി ചെയ്ത് 4, 5, 6 അറ്റംപ്റ്റിൽ പാസ്സാകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നം എന്താണ്? മോസ്റ്റ് ഓഫ് ദ എലിജിബിൾ അല്ലെങ്കിൽ ഏബിൾ സ്റ്റുഡൻസ് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോകുന്നു. വളരെ ലക്കി ആയിട്ടുള്ള ഒരു സ്മോൾ ബഞ്ച് ഓഫ് പീപ്പിൾ മാത്രമാണ് പാസ്സാകുന്നത്. ഞങ്ങളെപ്പോലെ ഈ ക്ലാസ്സുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാപ്റ്റേഴ്സ് നടത്തുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ്സുകളുണ്ട്. അതുപോലെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സേ ഉള്ളൂ. നമുക്കിപ്പോൾ ഈ ജനുവരിയിലേക്ക് ക്ലാസ് ഇല്ല, അവൈലബിൾ അല്ല, സീറ്റ് അവൈലബിൾ അല്ല. അടുത്ത ജൂണിലേക്കുള്ള ക്ലാസ്സുകളും ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. സോ ഇതൊരു എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാനുള്ളതല്ല. പക്ഷേ എനിക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന ഞാൻ കമ്പനി സെക്രട്ടറി ആയപ്പോൾ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങൾ, അതിൻ്റെ ആകാനുള്ള തയ്യാറെടുപ്പുകളിലൊക്കെ ഉണ്ടായ വിഷമങ്ങൾ, ഇന്ന് നിങ്ങൾ കാണുന്ന കുട്ടികളിൽ കാണുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പറ്റാവുന്ന, അതെവിടെയാണെങ്കിലും കുറഞ്ഞ ചെലവിലോ കൂടുതൽ ചെലവോ ആരുടെയെങ്കിലും ഒരു ഗൈഡൻസിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് 2, 3 അറ്റംപ്റ്റുകൾ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഒരു ജീവിതത്തിൽ സമയത്തിന് വളരെ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പ്രാവശ്യത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത സമയത്ത്, ഉദാഹരണം ഇപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഞങ്ങളുടെ ക്ലാസ്സിൽ ആ ഇല്ലസ്ട്രേഷൻസ്, അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഇല്ലസ്ട്രേഷൻസും, മോസ്റ്റ് ഓഫ് ദ ഇല്ലസ്ട്രേഷൻസ് റോങ് ആണ്, ആ ഇല്ലസ്ട്രേഷൻസ് മുഴുവനും ഞങ്ങൾ ചെയ്തു. 150ഓളം പ്രോബ്ലങ്ങൾ ഞങ്ങൾ ചെയ്തു. അത്രയും അതിലധികം പ്രോബ്ലംസ് അഡീഷണൽ വർക്ക് ചെയ്യാൻ കൊടുത്തു. എല്ലാ ആഴ്ചയിലും പരീക്ഷകൾ വെച്ചു. ഇതൊക്കെ ചെയ്തതിന് ശേഷവും നമ്മുടെ കുട്ടികൾ പുറത്തു വരുന്ന സമയത്ത് അവർ പറയുന്ന ചില വാക്കുകളുണ്ട്. സർ, it was not as expected. It was not as easy as we have expected. Sir, the way in which they are asking question is confusing. സോ ഒരു സെൽഫ് സ്റ്റഡി ചെയ്യുന്ന കുട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഈസ് ലൈക്ക് ബി പോസിറ്റീവ് ഓൺ ദിസ്. സോ റെഡി, അതിന് ആവശ്യമുള്ള ചെലവുകൾ ചെയ്യാൻ തയ്യാറാവുക. നോക്കൂ, ജീവിതത്തിലൊന്നും വെറുതെ ലഭിക്കില്ല.
ദർ ഇസ് നോ ഫ്രീ ലഞ്ച്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മൾക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് കിട്ടണമെങ്കിൽ അതിന് വേണ്ടുന്ന മിനിമം എഫേർട്ട്, മിനിമം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തേ മതിയാകും. റാങ്ക് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരാളാണ് ഞാൻ. വെറും 25-30 കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥലം, അതും കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന സ്ഥലം. എന്നിട്ട് പോലും നമ്മൾക്ക് മാക്സിമം നമ്മുടെ പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 60-65% പറയുമ്പോൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, ബിക്കോസ് ദിസ് ഈസ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. ദ റൈറ്റ് ടൈമിൽ, ദ റൈറ്റ് വേയിൽ നിങ്ങൾക്ക് ആ വിജയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ കറക്റ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും. വളരെ വലിയൊരു കാരിയർ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് വേർഡ്സ് ആർ ഫ്രം എ പേഴ്സൺ ഹു ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. എനിക്ക് 38 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞ 12-13 വർഷമായിട്ട് ഞാൻ കമ്പനി സെക്രട്ടറി കോഴ്സ് തന്നെ പഠിപ്പിക്കുന്നു. 1000-ലധികം കുട്ടികളെ ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട്. സോ മൈ വ്യൂ, പ്ലീസ്, എവിടെയാണെങ്കിലും wherever you like to go there, get some good guidance. കമ്പനി സെക്രട്ടറികളിൽ നിന്നും ഗൈഡൻസ് വാങ്ങിയിട്ട് എങ്ങനെയാണോ ഒരു കമ്പനി സെക്രട്ടറി ബിഹേവ് ചെയ്യുന്നത് മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ജൂണിലെ എക്സാമിനേഷന് പോവുക. നിങ്ങൾ ജൂണിൽ പരീക്ഷ എഴുതുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തോൽക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വാണ്ട് ടു സീ യു ആസ് എ കമ്പനി സെക്രട്ടറി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ചാനലാണിത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതിലെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു വെരി മച്ച്. ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.